BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. അമിതവണ്ണം കുറയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തിയ വ്യാജ ഡോക്ടർ പിടിയിൽ. തിരുവനന്തപുരം പാരിപ്പള്ളി ചവർക്കോട് ചെമ്പുരുത്തി ഭാഗത്ത് സജു ഭവനിൽ സജു സഞ്ജീവിനെയാണ് കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോസ്മെറ്റോളജി ചികിത്സയിലും ശസ്ത്രക്രിയയിലും പ്രാഗൽഭ്യമുള്ള ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച അമിതവണ്ണം കുറയ്ക്കാൻ തിരുവനന്തപുരം സ്വദേശിയായ യുവതിയാണ് 2023 മെയ്യിൽ കടവന്ത്രയിലെ സ്ഥാപനത്തിൽ വെച്ച് കീഹോൾ സർജറി നടത്തിയത്. വണ്ണം കുറയാത്തതിനെ തുടർന്ന് യുവതി ഇയാളെ സമീപിക്കുകയും 2023 ജൂണിൽ വീണ്ടും ഓപ്പൺ സർജറി നടത്തുകയും ചെയ്തു. ശസ്ത്രക്രിയ ചെയ്ത മുറിവിൽ ഗുരുതര അണുബാധ ഉണ്ടാവുകയും യുവതിയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്തതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. യന്ത്രം തകരാറായതിനെ തുടർന്ന് ഒമാൻ തീരത്തെത്തിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കൊച്ചിയിൽ എത്തിച്ച് തമിഴ്നാട് ഫിഷറീസ് വകുപ്പിന് കൈമാറി. തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള അരുളപ്പൻ എന്ന വ്യക്തിയുടെ അലങ്കാരമാത എന്ന ബോട്ടാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഒഴുകി ഒമാൻ തീരത്തെത്തിയത്. 12 മത്സ്യത്തൊഴിലാളികളുമായി സെപ്റ്റംബർ 10 കൊച്ചി തോപ്പുംപടി ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയതാണ് ഈ ബോട്ട്. 5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം 2 ദിവസം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു. 3-ാം ദിവസം രാത്രി എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും എഞ്ചിനിൽ റൂമിൽ വെള്ളം കയറുകയും തുടർന്ന് 8 ദിവസത്തോളം കടലിൽ ഒഴുകി നീങ്ങിയ ബോട്ടിനെ സെപ്റ്റംബർ 26 UFL ദുബായ് എന്ന കപ്പൽ കാണുകയും അധികൃതരെ ബന്ധപ്പെടുകയും ായിരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് MRCC മുംബൈയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആവശ്യമായ വെള്ളവും ഭക്ഷണവും നൽകി എഞ്ചിൻ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമം വിഫലമായതിനെ തുടർന്ന് ബോട്ടും അതിലുണ്ടായിരുന്ന 8 ലക്ഷം രൂപയുടെ മത്സ്യവും കടലിൽ ഉപേക്ഷിച്ചു. തുടർന്ന് MRCC നിർദ്ദേശപ്രകാരം മത്സ്യത്തൊഴിലാളികളെ കൈല ഫോർച്യൂൺ എന്ന കപ്പലിൽ കയറ്റി കൊച്ചിയിലേക്ക് അയച്ചു. കൊച്ചിയുടെ ഔട്ടർ ആങ്കറേജിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കേരള ഫിഷറീസ് വകുപ്പിന്റെ മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ മത്സ്യത്തൊഴിലാളികളെ സ്വീകരിച്ചു. തുടർന്ന് ഫിഷറീസ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, കസ്റ്റംസ് എന്നിവരടങ്ങിയ സംഘം പ്രത്യാശ മറൈൻ ആംബുലൻസിൽ കപ്പലിലെത്തി മത്സ്യത്തൊഴിലാളികളെ ഏറ്റുവാങ്ങി. പ്രാഥമിക പരിശോധനയിൽ 12 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്തും സീപോർട്ട് ഇമിഗ്രേഷൻ ഓഫീസിലും നടത്തിയ വിശദ പരിശോധനകൾക്ക് ശേഷം തമിഴ്നാട് ഫിഷറീസ് വകുപ്പിന് മത്സ്യത്തൊഴിലാളികളെ വിട്ട് നൽകിയിരുന്നു. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരുടെ അവകാശങ്ങളും ചർച്ച ചെയ്യാൻ വാർഡ് തലത്തിൽ ബാലസദസ്സുകൾ സജ്ജം. കുട്ടികളിൽ സംഘടനാശേഷിയും നേതൃഗുണവും യുക്തിചിന്തയും പരിപോഷിപ്പിക്കാൻ കുടുംബശ്രീ നേതൃത്വത്തിലാണ് ബാലസദസ്സുകൾ റെഡിയാക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ജില്ലയിലെ എല്ലാ വാർഡിലും ബാലസദസ്സ് സംഘടിപ്പിക്കാൻ ഒരുക്കമായിട്ടുണ്ട്. ജില്ലയിലാകെ 102 CDSലാണ് 27,002 ബാലസഭയിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കും. കുട്ടികളുടെ ഗ്രാമസഭ ഫലപ്രദമായി സംഘടിപ്പിക്കാനുള്ള അനുഭവവും അറിവും ലഭ്യമാക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടെത്താനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. കുട്ടികളിൽ നൈസർഗിക കഴിവുകൾ വളർത്തുകയും ബാലസദസ്സിന്റെ ലക്ഷ്യങ്ങളാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും അഭിമുഖം പ്രസിദ്ധീകരിച്ച പത്രത്തിനും ലേഖികയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഭിഭാഷകനായ M. ബൈജു നോയൽ പരാതി നൽകിയത്. മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ് അഭിമുഖത്തിലെ പരാമർശങ്ങളെന്നാണ് പരാതിയിലെ ആക്ഷേപം. താൻ പരാതിയുമായി എറണാകുളം സെൻട്രൽ പോലീസിനെയും സിറ്റി പോലീസ് കമ്മീഷണറെയും സമീപിച്ചിട്ടുണ്ട്. പരാതിയിൽ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്നും ഹർജിയിൽ പറയുന്നു. സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലെ പരാമർശങ്ങൾ വിവിധ മത ജാതി വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നതാണെന്നാണ് പരാതിക്കാരന്റെ ആക്ഷേപം. ഇത് ഭാരതീയ ന്യായ സംഹിതയിലെ 196 വകുപ്പുകൾ പ്രകാരം കുറ്റകരമാണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ വന്ന പരാമർശങ്ങൾ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വന്നതോടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പത്രം പുറത്തുവിട്ടിരുന്നു. PR ഏജൻസിയാണ് അഭിമുഖകാര്യവുമായി തങ്ങളെ സമീപിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തൽ. അഭിമുഖത്തിന് ശേഷം PR ഏജൻസി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട രേഖാമൂലം നൽകിയതും അഭിമുഖത്തിന്റെ ഭാഗമായി നൽകി. ഇത് തങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച പിഴവായിരുന്നുവെന്നും പത്രം വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അഭിമുഖത്തിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.